ഹലോ, നമസ്കാരം. നമ്മുടെ റഹീം ഭായി ആണ്. റഹീം റെഡ് ആർട്സ് വളരെ ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നങ്ങനെ കോഴിക്കോട് വെച്ചിട്ടാണ് നമ്മള് ഇദ്ദേഹത്തെ കണ്ട് പരിചയപ്പെടുന്നത്. വെറൈറ്റി ആർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ് റഹീം റെഡ് ആർട്സ്. നാട്ടിലെവിടുത്ത്? ആലുവ, ആലുവ, എറണാകുളത്ത്. എറണാകുളത്ത്. അങ്ങനെ എത്ര വർഷമായി ഇത് ചെയ്ത് ഞാനിപ്പോ ഒരു തുടങ്ങിയിട്ട്? 8-10 വർഷത്തോളായി ഇത് ചെയ്യുന്നു. ആ, നിങ്ങൾ ഒരേ ഇവന്റിലൊക്കെ കാണാറുണ്ട്. നിങ്ങൾ ഇന്നാഗ്രേഷൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ടല്ലേ? ക്ലാസ് എടുക്കാറുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങളൊരു ഒന്ന് രണ്ട് വീഡിയോ ഭയങ്കര വൈറലാണ്. ഞങ്ങളോട് വളരെ സത്യം പറയുന്നത് വളരെ മനോഹരമായൊരു ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല ഈ ആർട്ടും ആർട്ടിസ്റ്റും എന്ന് പറഞ്ഞാൽ ഒരു നമ്മള് സാധാരണ എന്താ പറയാ അത് ചെറുതായിട്ട് കാണാൻ പറ്റുന്ന സംഭവം ഒന്നല്ല. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആർട്സ് ആണല്ലോ കൂടുതൽ ചെയ്യണം. അതേപോലെ ബ്രോ എൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലേ, റിയാക്ട് ചെയ്തിട്ടില്ലേ? അത് അത്യാവശ്യം റീച്ച് ആയെന്ന് തോന്നുന്നു. ലോകയുടെ വീഡിയോ എന്ന് തോന്നുന്നു. ലോക സിനിമയ്ക്ക് വേണ്ടി ചെയ്ത വർക്കാണ് നമ്മുടെ മാക്സിമം വൈറലായിരിക്കുന്ന വർക്ക്. പിന്നെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, മുതിർന്നവർക്കും വേണ്ടിയിട്ട്, വീട്ടമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട്. മീൻസ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എന്തെങ്കിലും ചെയ്ത് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ക്വില്ലിങ് ക്ലാസ്സുകൾ. അതേപോലെ ഇപ്പോൾ ആർട്ടിനോട് ഇഷ്ടപ്പെട്ട് ആർട്ട് പഠിക്കാൻ തയ്യാറാവുന്ന കുറച്ച് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആർട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ബേസിക്സ് എല്ലാം. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര ട്രെൻഡിങ് ആയൊരു വീഡിയോ ആണെന്നായിട്ടാണ് അതിനെ കുറിച്ച്. അത് ചത്തപ്പച്ച എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ, സക്സസ് മീറ്റിന്റെ ഭാഗമായിട്ട് നമ്മളെ അവർ ക്ഷണിച്ചതാണ് നമുക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അത് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. നാട്ടുകാരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ സപ്പോർട്ടോട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ വരെ എത്തിയത്. അത് സത്യം പറഞ്ഞാല് അത്രയും ട്രെൻഡായ ഒരു വീഡിയോ ആണ് ആ മമ്മൂട്ടിക്ക് കൊടുത്തത്. മമ്മൂട്ടി നിങ്ങൾ എന്തേലായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇല്ല, പുള്ളി സാധാരണ നോർമലി വർക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് കണ്ട് ഓക്കെ ഗുഡ് എന്ന് പറയണല്ലാതെ ആളത് ശരിക്കും അതിനകത്ത് എന്താ ചെയ്തേക്കണെന്ന് റീഡ് ചെയ്ത് വായിച്ചു നോക്കിയതിന് ശേഷം പുള്ളി അത് നന്നായിട്ടെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള പുള്ളിയുടെ ആളുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ സിമ്പിൾ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അത് പുള്ളിയുടെ അടുത്ത് പോകുമ്പോൾ ഒരു ഓറാന്ന് പറഞ്ഞ ഭയങ്കര സംഭവം. അപ്പൊ അത് അടുത്ത് നിന്നപ്പോ എനിക്ക് ശരിക്കും കിട്ടി. എന്റെ വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എക്സൈറ്റ്മെന്റ്. അപ്പൊ അദ്ദേഹത്തിനെ പോലുള്ള ആളുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയൊരു അപ്രീസിയേഷൻ കിട്ടാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണാം.